ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. നമുക്കറിയാം ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞത് റിസ്ക് ഹെഡ്ജ് ചെയ്യാനുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവോയ്ഡ് റിസ്ക് ടു റെഡ്യൂസ് റിസ്ക്, ഒന്നുകിൽ റിസ്ക് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക. എങ്ങനെയാണ് മറ്റൊരാൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഒരു പ്രൈസിന് മറ്റൊരാൾ ഹെഡ്ജ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു. The common place where such a transaction take place is called the derivative market. ഏതൊരു പ്ലേസിൽ വെച്ചിട്ടാണോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ഡെറിവേറ്റീവ്സ് ആർ ട്രേഡ്. എവിടെയാണോ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. The first of the modern way of derivatives അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഫോറിൻ കറൻസി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ്, എ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് വിച്ച് വിൽ ബി, അതായത് ഫോറിൻ കറൻസി ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ് ഫസ്റ്റ് ജനറേഷൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് കേട്ടോ ഫ്യൂച്ചറൊക്കെ. അതിൽ പറയുന്നത് ദീസ് കോൺട്രാക്ട്സ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഇന്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ്സ്, ദാറ്റ് ഈസ് IMM, എ സബ്സിഡറി ഓഫ് ദ ചിക്കാഗോ മെർസന്റൈൽ എക്സ്ചേഞ്ച്. ചിക്കാഗോ മെർസന്റൈൽ എക്സ്ചേഞ്ചിലുള്ള സബ്സിഡറി ആയിട്ടുള്ള IMM-ലാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ജനറേഷൻ, അതായത് ഫ്യൂച്ചർ ട്രേഡിംഗ് നടന്നത്. ഇൻ റെസ്പോൺസ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്സ് ബിറ്റ്വീൻ കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഫോളോയിങ് മോഡേൺ അഗ്രിമെൻറ്റ്സ് ഓഫ് 1971 ആൻഡ് 1973. അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് IMM-ലാണ് ഫസ്റ്റ് ജനറേഷൻ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ജനറേഷൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് ആണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ പറയാം. Their growth was mainly in response to increase in the volatility of interest rate. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ആ വ്യതിയാനങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സെക്കൻഡ് ജനറേഷനിൽ പറയുന്നത്. The third wave of derivative innovatives, that is third generation derivatives എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്, അതായത് ക്രെഡിറ്റ് ഫോർവേഡ്സ്, ക്രെഡിറ്റ് റിസ്ക് ഓപ്ഷൻ, ക്വാളിറ്റി സ്വാപ്സ്, അതാണ് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അതിന് 3 ജനറേഷനായിട്ടാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് നടന്നിരുന്നത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ടു ഇൻക്രീസ് ദ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു മാർക്കറ്റാണ്, അപ്പോൾ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ദെൻ സെക്കൻഡ് പറയുന്നത് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ ലോ, അല്ലെ, നമ്മൾ എപ്പോഴും ഒരു മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയും. അതുപോലെ ദിസ് റിസ്ക് ഹോൾഡിംഗ് അണ്ടർലൈങ് അസറ്റ് ഈസ് ലോവർ, അല്ലേ, ഏതാണോ നമ്മൾ അണ്ടർലൈങ് അസറ്റായിട്ട് വെക്കുന്നത് അതിന് നമ്മൾ ഏറ്റെടുക്കേണ്ട റിസ്ക് എന്താണ്, കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ലീഡ്സ് എ ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മുടെ നിലവിലുള്ള എക്സിക്യൂഷൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു, ഫാസ്റ്റർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ പറയുന്നു ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ റിസ്ക് ഫ്രം റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ടു റിസ്ക് ടേക്കേഴ്സ്, അല്ലേ, അതായത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ഫ്രം റിസ്ക് അവേഴ്സ്, അതായത് ആരാണോ റിസ്ക് ഏറ്റെടുക്കുന്ന അവരിൽ നിന്ന് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത അവരിൽ നിന്ന് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നർത്ഥം. ഇറ്റ് ഇൻക്രീസസ് ദ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ എക്കണോമിയിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൻ്റെ റോളാണ് പറയുന്നത്, ഫങ്ഷൻസ്. കുറേയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡിസ്കവറി ഓഫ് പ്രൈസസ്. The derivative markets facilitate price discovery of assets due to increased participants, increased volumes and increased sensitivity of participants to react the smallest price changes. അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിലൂടെ നമുക്ക് പ്രൈസ് ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതൽ അസറ്റുകൾ, അതായത് പാർട്ടിസിപ്പൻസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസ് നമുക്ക് ഡിസ്കവർ ചെയ്യാം. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് കൂടുന്നതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും ഓരോ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ മൈനർ വേരിയേഷൻ, പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷനാണ് അവിടെ സംഭവിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഡെപ്ത് ഇൻ ദ മാർക്കറ്റ് ഫെസിലിറ്റീസ്, ഫാസ്റ്റർ ആൻഡ് സ്മൂത്ത് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ അമോങ് ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസ്. വിവിധ രീതിയിലുള്ള പാർട്ടിസിപ്പൻസിന് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ പറയുന്നതാണ് മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു പല രീതിയിലുള്ള പാർട്ടിസിപ്പൻസ് ഫേസ് ചെയ്യുന്ന പല രീതിയിലുള്ള
റിസ്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ക്രെഡിറ്റ് റിസ്ക്, രണ്ട് മാർക്കറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, ലീഗൽ റിസ്ക്. അങ്ങനെ പ്രധാനമായിട്ടും 5 രീതിയിലുള്ള റിസ്കുകളാണ് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ഫീൽഡിൽ വരുന്നത്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി. പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഓഫൺ ഗ്രേറ്റർ ലിക്വിഡിറ്റി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ ലിക്വിഡിറ്റി ദാൻ ദ സ്പോട്ട് മാർക്കറ്റ്സ്. നമ്മൾ നിലവിലുള്ള സ്പോട്ട് മാർക്കറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള ലിക്വിഡിറ്റി ആർക്കുണ്ട്? ഡെറിവേറ്റീവ് മാർക്കറ്റിനുണ്ട്. ഇതിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ ഡ്യൂ ടു ദ സ്മോളർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. അപ്പോൾ സാധാ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിൽ വേണ്ട? ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ വേണ്ട. സ്മോളർ എമൗണ്ട് ആണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് എന്താണ്? പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് ഫെസിലിറ്റേറ്റ് ഹയർ വോളിയം ഓഫ് ട്രേഡ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഹയർ ലിവറേജിങ്. അതുകൊണ്ട് തന്നെയാണ് അത് ഹയർ ലിവറേജിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. നമുക്കറിയാം അല്ലേ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ്സ് മച്ച് വൈഡർ മെനു ടു പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഹു കോൺസ്റ്റൻ്റ്ലി സീക്ക് ബെറ്റർ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അല്ലെ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. സ്മോളർ ഫണ്ട്, നമ്മളൊരു ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർവേഡ് എടുക്കാം, ഫ്യൂച്ചർ എടുക്കാം, സ്വാപ്പ് എടുക്കാം, അങ്ങനെ പല ഡെറിവേറ്റീവ് ടൂളുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെറ്റർ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്, അതായത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നു ട്രേഡിംഗ് കാറ്റലിസ്റ്റ്. ട്രേഡിംഗ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ദ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ന്യൂ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി. ബ്രൈറ്റ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, എൻ്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മാർക്കറ്റിനെ എനർജൈസ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് കാറ്റലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്മൂത്തനിങ് ഔട്ട് ഓഫ് സീസണബിൾ പ്രൈസ് വേരിയേഷൻസ്. ചെറിയ ചെറിയ പ്രൈസ് വേരിയേഷനെ ഒരു നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്ത് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് പ്രൊമോട്ടിങ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഒരു മെയിൻ ഫങ്ഷനാണ്, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ വരുന്നത്. ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിലുള്ള മേജർ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? കളിക്കുന്ന ആളുകൾ, അതാണ് പ്ലെയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കളി തന്നെയാണ് അത്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ ശരിക്കും ഒരു പ്ലേയിങ് തന്നെയാണ്, ഗെയിമിങ് തന്നെയാണ് നടക്കുന്നത്. ഫസ്റ്റ് വണ് ഹെഡ്ജേഴ്സ്. ശ്രദ്ധിക്കുക, അതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഏരിയകളാണ് കേട്ടോ. ഹെഡ്ജേഴ്സ്. Hedging means covering against loss is the prime reason which led to the emergence of derivatives. ഹെഡ്ജിങ് ലീഡ്സ് ടു ഡെറിവേറ്റീവ്സ് എന്താ പറയുക, ഡിസ്കവറി എന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ്ജിങ് എന്നുള്ള ടേം വന്നതുകൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേർന്നത്. മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹെഡ്ജേഴ്സ് ഉണ്ട്, സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, ആർബിട്രേജേഴ്സ് ഉണ്ട് ആൻഡ് സ്പ്രെഡേഴ്സ്. അങ്ങനെ 4 രീതിയിലുള്ള പ്ലേയേഴ്സാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നത്. ഒന്ന് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ് ആൻഡ് സ്പ്രെഡേഴ്സ്. ഇനി ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ വിഷ് ടു എലിമിനേറ്റ് ദ റിസ്ക് ടു വിച്ച് ദേ ആർ ഓൾറെഡി എക്സ്പോസ്ഡ്. അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ദ മോട്ടീവ് ഓഫ് ഹെഡ്ജേഴ്സ് ഈസ് നോട്ട് ടു മേക്ക് പ്രോഫിറ്റ് ബട്ട് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് റിസ്ക്. ഹെഡ്ജേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിസ്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രൈസ് ഓഫ് ആൻ അസറ്റ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രൈസിനനുസരിച്ച് റിസ്ക് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതിലൊരു എക്സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എ ഫാമർ ഗ്രോയിങ് വീറ്റ് ഫേസസ് അൺസർട്ടനിറ്റി അബൌട്ട് ദ പ്രൈസ് ഓഫ് ഹിസ് പ്രൊഡ്യൂസ് അറ്റ് ദ ടൈം ഓഫ് ദ ഹാർവസ്റ്റ്. അല്ലേ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, ഹാർവസ്റ്റിന് സമയത്ത് ഇത്ര എമൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ദ ഫാർമർ അഗ്രീസ് ടു സെൽ ഹിസ് പ്രൊഡ്യൂസ് വെൻ ഹാർവസ്റ്റ് പ്രീ ഡിറ്റർമിൻ പ്രൈസ് ഓഫ് ദ ഫ്ലോർ മിൽ. ഒരു പ്രീ ഡിറ്റർമിൻ പ്രൈസിൽ ഫ്ലോർ മില്ലുകളിന് റിസ്ക് കൊടുക്കുകയാണ്. 5 years പ്രൈസ് ഫാർമർ വിചാരിക്കുന്ന ആ സമയത്ത് പ്രൈസ് കുറയുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഒരു എമൗണ്ടിന് കൊടുക്കുകയാണ്. ബോത്ത് ദ പാർട്ടീസ് ഫേസ് ടു പ്രൈസ് റിസ്ക്. ഫോർവേഡ് കോൺട്രാക്ട് വുഡ് എലിമിനേറ്റ് പ്രൈസ് റിസ്ക് ഫോർ ബോത്ത് ഓഫ് ദ പാർട്ടീസ്. രണ്ടുപേരുടെയും എന്താ പറയുക, പ്രൈസ് റിസ്ക് അവിടെ കുറയ്ക്കുന്നു. സോ the contract would be settled by the farmer delivering the wheat to the flour mill on the agreed date at an agreed price. ആ agreed പ്രൈസിൽ agreed ഡേറ്റിൽ agreed എമൗണ്ട് പിന്നെ ധാന്യങ്ങൾ ആ ഫ്ലോർ മില്ലർക്ക് കൊടുക്കുമ്പോഴാണ് ആ ഒരു ആക്ടിവിറ്റി അവിടെ അവസാനിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്?
ടു എലിമിനേറ്റ് ദ പ്രൈസ് റിസ്ക് ഓഫ് കോൺട്രാക്ടിംഗ് പാർട്ടീസിൻ്റെ പ്രൈസ് റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നു. ടു ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ട്രേഡിംഗ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ടു അട്രാക്ട് മോർ പീപ്പിൾ ഇൻ ടു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ മോർ പീപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് കേസാണ് അല്ലെങ്കിൽ സെക്കൻഡ് പ്ലെയർ ആണ് സ്പെക്കുലേറ്റേഴ്സ് ദോസ് who are willing to take risk ഏറ്റെടുക്കുന്നവരാണ് സ്പെക്കുലേറ്റേഴ്സ്. ദ ടേക്ക് റിസ്ക് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷനിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കലാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദ മെയിൻ മോട്ടീവ് ടു മേക്ക് മണി ഔട്ട് ഓഫ് ദ റിസ്ക് എടുത്തിട്ട് മണി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. After this, they decided the position to be taken that will yield profit if the forecast is realized. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഇതിൽ പ്രഡിക്ഷൻ നമ്മുടെ എപ്പോഴും പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ലോസ് ഒന്നും സംഭവിക്കില്ല. ഇൻകറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് ലോസുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് വൺ ബിലീവ്സ് ദാറ്റ് 3 months later the price of $US would be 52, one would buy forward today and sell later from such a contract who can make profit $2 അല്ലേ. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ ഡോളറിന് 52 രൂപയാവുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ തന്നെ വാങ്ങി വയ്ക്കുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുക. അങ്ങനെ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളാണ് ശരിക്കും സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് സ്പെക്കുലേറ്റേഴ്സ് നടക്കുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ, ദാറ്റ് ഈസ് സ്പെക്കുലേറ്റർ. പിന്നെ സ്കാൽപ്പേഴ്സ് ഹോൾഡ് ഫോർ വെരി ഷോർട്ട് ടൈം ഇൻ മിനിറ്റ്സ്. ദെൻ ഡേ ട്രേഡേഴ്സ് 1 trading day. ആൻഡ് പൊസിഷൻ ട്രേഡേഴ്സ് ദാറ്റ് ഈസ് ലോങ് പീരീഡ്, ദാറ്റ് ഈസ് വീക്ക്, മന്ത്, ഇയർ. അങ്ങനെ 3 രീതിയിലാണ് ഡ്യൂറേഷൻ്റെ ബേസിൽ 3 രീതിയിലാണ് സ്പെക്കുലേറ്റേഴ്സ് ഉള്ളത്. ഒന്ന് സ്കാൽപ്പേഴ്സ്, വെരി ഷോർട്ട് ടൈം, 1 മിനിറ്റിനൊക്കെ ആയിരിക്കും അവരുണ്ടാവുക സ്കാൽപ്പേഴ്സ്. പിന്നെ ഡേ ട്രേഡേഴ്സ്, ഒരു ട്രേഡിംഗ് ഡേ, ഒരു ദിവസം. ദെൻ പൊസിഷൻ ട്രേഡേഴ്സ് ലോങ് പീരീഡ് ആയിരിക്കും, വീക്ക്, മന്ത്, ഇയർ, അങ്ങനെ ലോങ് പീരീഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് പറയുന്നുണ്ട്. ഫങ്ഷൻസിൽ പറയുന്നത് ടു കോൺട്രിബ്യൂട്ട് ടു മാർക്കറ്റ് എഫിഷ്യൻസി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു കണ്ടക്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഓർ ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ ടു പ്രെഡിക്ട് പ്രൈസ് മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന അനാലിസിസുകൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഹെഡ്ജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് കോമ്പറ്റീഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്ലെയേഴ്സാണ് ആർബിട്രേജേഴ്സ്. Arbitrage is the process of simultaneous purchase of securities or derivatives in one market at a low price and sale of the same in another market at a relatively high price. ഒരു മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് അത് വേറൊരു മാർക്കറ്റിൽ ഹൈ പ്രൈസിന് വിൽക്കുക, അതാണ് ആർബിട്രേജേഴ്സ്. അവരും എന്തുതന്നെയാണ് ഏറ്റെടുക്കുന്നത്? റിസ്ക് തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ദേ എൻഗേജ്ഡ് ഇൻ ആർബിട്രേജ്, സോ ദേ ആർ നോൺ ആസ് ആർബിട്രേജേഴ്സ്. ആർബിട്രേജ് പർച്ചേസ് സെക്യൂരിറ്റി, പല സെക്യൂരിറ്റികളും കമ്പാരിറ്റീവ്ലി ലോ ആയത് വാങ്ങിയിട്ട് വേറൊരു മാർക്കറ്റിൽ കമ്പാരിറ്റീവ് ഹൈയിലേക്ക് വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്നതാണ് അവരുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. ഷോർട്ട് ലൈവ്ഡ് ആയിരിക്കും. ദീസ് ഷോർട്ട് ലൈവ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ആർബിട്രേജേഴ്സിനുള്ളത്. പ്രൈസ് ഡിസ്കവറി പ്രോസസ്സാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓരോ ക്യാഷ് മാർക്കറ്റിലും അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് ആൻഡ് ദ ക്യാഷ് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടു മേക്ക് മാർക്കറ്റ്സ് എഫിഷ്യൻറ്റ് ബൈ ടേക്കിംഗ് റിസ്ക്ലെസ് പൊസിഷൻ ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റിൽ റിസ്ക്ലെസ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു റിസ്റ്റോർ ദ ബാലൻസ് ആൻഡ് കൺസിസ്റ്റൻസി എമൗണ്ട് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്, വിവിധ രീതിയിലുള്ള മാർക്കറ്റിൽ ബാലൻസ് ചെയ്യാനും കൺസിസ്റ്റൻസി നിലനിർത്താനും പറ്റും. ടു റെൻഡർ കോമ്പറ്റീറ്റീവ്നെസ് ടു ദ മാർക്കറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ പ്രൈസ് ഡിസ്കവറി പ്രോസസ്സിൽ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഫങ്ഷൻസ്, ആർബിട്രേജേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Then the last player is spreaders. Spreaders are fourth category of traders in the derivatives market. Spreading is a specific trading activity in which offsetting position is involved. A spreader is a person who believes in lower expected return at the reduced risk. അതായത് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്. ഓഫ്സെറ്റിംഗ് പൊസിഷൻ, അതായത് സൈമിൾട്ടേനിയസ് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ഓൺ ദ സെയിം ഡെറിവേറ്റീവ്. ഒരു ഡെറിവേറ്റീവ് തന്നെ അല്ലെങ്കിൽ ടൂളിന് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ലോങ് ഷോർട്ടും ഡ്യൂറേഷൻ
പ്രൊവൈഡ് ചെയ്യുക. അതാണ് സ്പ്രെഡേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ അറ്റ് ദ റെഡ്യൂസ്ഡ് റിസ്ക്. കുറയ്ക്കുമ്പോൾ ലോവർ കിട്ടുള്ളൂ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് സ്പ്രെഡേഴ്സിനുള്ളത്. സ്പ്രെഡേഴ്സ് അത്ര കാര്യമായിട്ട് വരുന്നില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സാണ്. ഇനി ഇതിൽ ഡിഫറൻസ് പറയുന്നുണ്ട്. ആ ഡിഫറൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെക്കുലേഷൻ ആൻഡ് ആർബിട്രേജേഴ്സും പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട് സാധാരണ എക്സാമിന്. ഇനി ഇതിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നത് എന്ന്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൈസ് വോളാറ്റൈലിറ്റി. പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസിലെ പ്രൈസ് വോളാറ്റൈലിറ്റി ഒരു ഫാക്ടറാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഗ്രോത്ത് ആവുന്ന ഒരു ഫാക്ടറാണ് പ്രൈസ് വോളാറ്റൈലിറ്റി. പിന്നെ വരുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗ്ലോബലൈസേഷൻ. പിന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ദെൻ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ തിയറീസ്, പല രീതിയിൽ വരുന്ന ഫിനാൻഷ്യൽ തിയറികൾ. ദെൻ ലാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾസ്. അതായത് നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഈ റിസ്കുകൾ മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ഡെറിവേറ്റീവ്സിന് സൊല്യൂഷൻ ആണ് എന്നുള്ളത് അറിയുന്നത് തന്നെയാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾ. അങ്ങനെ പ്രധാനമായിട്ടും 5 രീതിയിലുള്ള ഫാക്ടേഴ്സ്. മെയിനായിട്ടുള്ള ഹെഡിൽ മാത്രം പഠിച്ചാൽ മതി. പ്രൈസ് വോളാറ്റൈലിറ്റി, ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്സ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ തിയറീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട ടോപ്പിക്കുകൾ ഒന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മേജർ പ്ലെയേഴ്സ്, ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, സ്പ്രെഡേഴ്സ്. അതുപോലെ തന്നെ ഹെഡ്ജിങ്ങും സ്പെക്കുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, സ്പെക്കുലേഷനും ആർബിട്രേജും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വായിച്ച് നോക്കുക, നോട്ടൊക്കെ എഴുതുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.